കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ലഹരിമരുന്ന് കേസിലെ പ്രതി തടവ് ചാടി കൊയ്യോട് സ്വദേശി ഹർഷാദാണ് ജയിൽ ചാടിയത്. രാവിലെ പത്രക്കെട്ടെടുക്കാൻ പോയ ആളുടെ ബൈക്കിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് വിശദാംശങ്ങൾ? രാജീവ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് രാവിലെ പത്രക്കെട്ടെടുക്കാൻ പോകുന്നതിനിടയിലാണ് പ്രതി തടവ് ചാടി രക്ഷപ്പെടുന്നത്. അതായത് പത്രക്കെട്ടെടുക്കാമെന്ന വാഹനത്തിൽ തന്നെ കയറി രക്ഷപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സെൻട്രൽ ജയിലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ 10 വർഷത്തിന്, അതായത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് 10 വർഷത്തിന് ശിക്ഷിച്ച പ്രതിയാണ് ഇത്തരത്തിൽ ചാടിപ്പോയത്. സ്വാഭാവികമായിട്ടും രാവിലെ പത്രക്കെട്ടെടുക്കാൻ ഒരാൾ പോകുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണവുമില്ലാതെ ഇയാളെ പറഞ്ഞു വിടുകയും പിന്നീട് ഇയാൾ ഈ പത്രക്കെട്ടെടുക്കുക എന്നുള്ള വ്യാജേന പിന്നീട് നേരെ പോവുകയും ആ വാഹനത്തിൽ തന്നെ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. ഇതിനാ തന്നെയും ഇപ്പോൾ ഊർജിതമായിട്ടുള്ള അയാളെ തെരയുവാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. രാജീവ്. അർജുൻ, ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കാരണം വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ തീർച്ചയായും കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതായുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? രാജീവ്, ഇപ്പോൾ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കൂടുതലുള്ള വിശദീകരണങ്ങളൊന്നും പോലീസ് നൽകുന്നില്ല. അതായത് അല്പസമയം കഴിഞ്ഞതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതായത് പ്രതി രാവിലെയാണ് ചാടിയത്, അതിനുശേഷമായിരിക്കും പിന്നീടായിരിക്കും ആദ്യം പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതിനുശേഷമായിരിക്കും മറ്റുള്ള നടപടിയിലേക്ക് നീങ്ങുക. എന്തിനാ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെ ആയതുകൊണ്ട് ജയിൽ വാർഡൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. യെസ്, അർജുനാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.